എവിടെ പോകുന്നു? ഞാൻ പറയാം എവിടെ പോകുന്നു ഇപ്പൊ. പനമ്പള്ളിയാറിൽ പോകുന്നു. ഈ കാർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആഹാ, ഇത് പോസ്റ്ററിൽ വന്നേക്കണ പുതിയ കാറാണ്. അതൊക്കെ നമുക്ക് ആലോചിക്കാൻ മുത്തേ. നീ കേറ്. എന്നിട്ട് എവിടെ പോയാണ് നിങ്ങള്? ഓ, ബ്രദറിനായിട്ട് ഇന്ന് സാറ്റർഡേ വീക്കെൻഡ് ആയിട്ട് ചില്ലിങ് അല്ലെ? ഓക്കെ, എന്താ പരിപാടി? എന്നിട്ട് ഇത് പുതിയ BMW X5 40M സ്പോർട്ട്. നീ കണ്ടിട്ടില്ലേ ഈ കാറ്? അച്ചോടാ, ഇതിപ്പോ ഞമ്മൾ 2024 ഇത് നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചത്. അപ്പൊ അയാൾക്ക് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മോന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ 18 ആയി കഴിഞ്ഞപ്പോഴേ. അപ്പൊ അതിന്റെ ഒരു ഭാഗ്യം കേട്ടാ. അപ്പൊ അവൻ വേറൊന്നുമല്ല, അവന് 18 ആയി കഴിഞ്ഞപ്പോ ഡാഡിനോട് പറഞ്ഞു എനിക്കൊരു കാർ വേണം നോക്കുമ്പോ ആ ചെക്കനില്ലേ 18 വയസ്സാണെങ്കിലും അവൻ ഇതിലൊക്കെ കേറി സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ ഇഞ്ച് സ്പെക്ക് കേട്ടാ തന്നെ നീ ഞെട്ടിപ്പോവും. അത്രക്ക് കിഡിലൻ പെർഫോമൻസ് കാറാണിത്. വേറൊന്നല്ല, ഞാൻ ഒന്ന് പറയട്ടെ എന്റെ ഇഞ്ച് സ്പെക്കിനെ പറ്റി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സിലിണ്ടർ 3 ലിറ്റർ എഞ്ചിൻ. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3000 cc വണ്ടിയാണ്. അതും പെട്രോള്. മനസ്സിലായോ? 3 ലിറ്റർ പെട്രോള് 6 സിലിണ്ടർ എഞ്ചിനാണ്. അത് മാത്രമല്ല, ഇത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 0 to 100 ആകാനായിട്ടുള്ളൂ ജസ്റ്റ് 5.4 സെക്കൻഡ് മതി. നീ നോക്കിയതിന്റെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ആദ്യം തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണ്. ഇതിന് നോക്കിയ ഇന്റീരിയർ എങ്ങനെ, ഇതിന്റെ ഇത് കൊണ്ട് ഇത് ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ തന്നെ നോക്കിയ നീ. ഇതിന്റെ ലെങ്ത് ഇത്ര നേരം ഉണ്ട്. വേറൊന്നല്ല എന്റെ പൊന്നു ബ്രോ, ഇതിന് ഒരു കോമ്പറ്റീറ്ററും ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്നറിയോ, ഈ സാധാരണ ഗതിയിൽ എന്ന് വെച്ചാൽ പെർഫോമൻസ് കാർ എല്ലാം കാറായിട്ടേ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞത് ഇതിന് ഒരു SUV ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനി റോഡ് കണ്ടീഷനിൽ പോവാം. നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടി പോകാം. നമുക്ക് ഇവിടുത്തെ, കാരണം നമുക്കറിയാലോ കേരളത്തിലെ റോഡ് കണ്ടീഷൻ എങ്ങനെയാണെന്ന്. പല കുണ്ടും കുഴിയും കാര്യങ്ങളും അടിതട്ടാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു SUVയില് ഒരു പെർഫോമൻസ് കാർ കിട്ടുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഓടിക്കാന്ന് പറഞ്ഞാലില്ലേ, എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ്, അതായത് ഒരു കാർ എന്തൂസിയാസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് പോസ്റ്ററിൽ വന്നപ്പോ തന്നെ ഏറ്റവും ആദ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഓടിക്കാൻ ഇറങ്ങിയതാണ്. കാരണം അത്രക്ക് എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു ഡ്രീം എന്നൊക്കെ പറയൂലേ, അതായത് ഇന്ന് ഈ നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് ഡ്രൈവ് കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്രേസ് അറിയണത്. അല്ലെങ്കിൽ തന്നെ അറിയാലോ, പിന്നെ അല്ലെങ്കിൽ തന്നെ അറിയാലോ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാറ് ശരിക്കും പറഞ്ഞാൽ BMW ആണ്. കാരണം എന്താണ്? കാരണം നീ പറ. യെസ്, ഡ്രൈവേഴ്സ് വെഹിക്കിൾ. അതുകൊണ്ട് ഇതൊരു ഡ്രൈവേഴ്സ് വെഹിക്കിൾ ആണ്. അതിനേക്കാൾ ഉപരി ഇതിന്റെ പെർഫോമൻസ്, ഇതിന്റെ എന്റെ പൊന്നു ബ്രോ, ഇത് ഓടിച്ചില്ലെങ്കിലില്ലേ, ഓടിക്കാൻ പറ്റിയില്ലെങ്കിലില്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മള് വെഹിക്കിളിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നഷ്ടം തന്നെയാണ്. പക്ഷെ ഞാനിത് നിനക്ക് ഓടിക്കാൻ തന്നെ എനിക്കൊരു സ്പെഷ്യൽ ചെലവ് ചെയ്യണം ഇന്ന് സാറ്റർഡേ ആയിട്ട്. ബ്രോ ബാക്കിലുണ്ടായിരുന്ന അതിന് ബ്രോന് ഇത് 90 എത്ര വയസ്സായി ഇവന്? ലൈസൻസ് ഉണ്ടോ ഇവന്? ലൈസൻസ് ഉണ്ടോ നിനക്ക്? എന്താ പൊന്നോ, അപ്പൊ ഈ വണ്ടിയൊക്കെ ഓടിക്കുവോ? ഉറപ്പാണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ വണ്ടി ഓടിക്കുന്നത്. ഞാൻ കണ്ട് നീ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടിന് വന്നപ്പോ നിങ്ങളൊരു പുതിയ വെഹിക്കിൾ എടുത്തായിരുന്നല്ലേ? അത് SUV തന്നെയല്ലേ? ടൊയോട്ടയുടെ അല്ലേ? അത് അടിപൊളി വണ്ടിയാണല്ലോ. അപ്പൊ അത്ര വലിയ കാർ ഓടിച്ച് ഇവന് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ഞാൻ കണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഓടിക്കണത്. അതെങ്ങനെയാ? അപ്പൊ നിനക്ക് ഇത് നിനക്ക് ഓടിക്കാൻ തരണോ? എടി, ഇത് ഓടിക്കാൻ തരണേലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണെന്നറിയാവൂടി, നിന്റെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഇത് എടി ഇത് നോക്കി, നീ ഒന്ന് കാലെടുത്ത് എടുക്ക, ഒന്ന് ആക്സിലേറ്റർ കൊടുക്കട്ടെ. കണ്ടോടേ, കണ്ടാ എന്ത് പറ്റി കിളി പറഞ്ഞാ? അതായത് 5.4 സെക്കൻഡ് ആണ് എന്റെ കുട്ടി ഇതിന്റെ ഒരു എന്താ പറയാ 0 to 100 ആകാൻ എടുക്കേണ്ട സ്പീഡ്. എന്റെ പൊന്നുമുത്ത, ഇതെന്നാന്നറിയോ, നീ ഓടിക്കാൻ തന്നീ നന്നായിട്ട് ഓടിക്കൂ, നിന്റെ കയ്യിൽ നിക്കൂ. നമുക്ക് നോക്കാട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് ഓടിക്കട്ടെ, ഓടിച്ചിട്ട് നിനക്ക് ഓടിക്കാൻ തരാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ഇതിന്റെ പക്ഷെ ഞാൻ വേറെ നേരത്തെ പറഞ്ഞോട്ടെ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ചില്ലൗട്ട് ചെയ്യാനൊക്കെ നിക്കണേണ്.
അപ്പൊ എന്തായാലും ഇപ്പൊ നിനക്കിത് ഓടിക്കാൻ തന്ന ചെലവ് ചെയ്യോ? അത് കേക്കട്ടെ, ഞാൻ നേരത്തെ ചോദിച്ചു. ആണോ? എന്നാ പിന്നെ നിനക്ക് ഓടിക്കാൻ തരാം. ഓടിക്കാൻ തന്നിട്ടുള്ള കാര്യം. പിന്നെ നീ അത് മാത്രമല്ല, പോസ്റ്റ് ഡ്രൈവിന്റെ മോഡലും കൂടി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, നിന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോട് എല്ലാം പറയണം. പോസ്റ്റ് ഡ്രൈവില് ഇപ്പൊ 2024 മോഡൽ സിംഗിൾ ഓണർ 17,000 കിലോമീറ്റർ, വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഷോറൂം കണ്ടീഷൻ വണ്ടി BMW X5 X-Drive 40i M Sport, ഇതാണ് ഇതിന്റെ പേര്. ഇത് വന്നിട്ടുണ്ടെന്ന് പറയണം, ചെലവ് ചെയ്യണം. അതുകൂടാണ്ട് ഈ വണ്ടി നമുക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. കാരണം അത്ര ഒരു വാല്യൂ ഫോർ മണി വണ്ടിയാണ്. കാരണം ഇതിന്റെ പുതിയ വണ്ടിയുടെ പ്രൈസ് എത്രയെന്നറിയാം? നമുക്ക് 1,45,00,000 രൂപയാണ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് കുറെ സ്കേർട്ടിങ്, സ്പോയിലർ ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇതിനൊരു നമുക്കൊരു കാര്യം ചെയ്യാടി, നിന്നെ വെച്ചിട്ട് ഇതൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ചെയ്യാട്ടാ. അതിൽ നമുക്ക് ഈ ഇതിന്റെ വെഹിക്കിളിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അത് പറയാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടി നിനക്ക് ഓടിക്കാൻ തരാൻ പോണെയാണ്. അതുകൂടാണ്ട് നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഇതുപോലത്തെ ഒരു ഓഫർ കൂടി തരുന്നു. ഈ വണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മളുടെ മോഡലായിട്ടുള്ള മെലനിക്ക് ഞങ്ങൾ തരും. മനസ്സിലായോ? മെലനിയുടെ ബ്രോന്റെ പേരെന്താ? മെലാനോ. എടി നിങ്ങള് ഭയങ്കര മറ്റേ ഫുട്ബോൾ കളിക്കാർ ഏണ്ടൊക്കെ സായിപ്പിന്റെ പേരാണ് ഇട്ടേക്കണത്. അപ്പൊ എന്തായാലും അച്ഛൻ ഭയങ്കര സായിപ്പ് കുഞ്ഞാണോ? നിങ്ങൾ സായിപ്പ് കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ അടുത്ത ജംഗ്ഷനിലെ ഞാനൊന്ന് നിർത്താട്ടെ. ഇവിടെ കുറച്ച് റോഡ് പ്രശ്നമോടി. നമ്മുടെ ഇത് പനമ്പിളറിലേക്ക് കട്ട് ചെയ്യുന്ന റോഡാണ്, കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ അവിടെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഓടിക്കാൻ തരാം കേട്ടോ. അപ്പൊ ഓടിച്ചിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്തായാലും പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഇതൊക്കെ പറയണം. അത് മാത്രമല്ല, പോസ്റ്റ് ഡ്രൈവ് എവിടെയാണ്? പോസ്റ്റ് ഡ്രൈവ് നീ പറയാറുണ്ട് ആൾക്കാരോട്, പോസ്റ്റ് ഡ്രൈവിൽ ഇങ്ങനത്തെ കാറുകളൊക്കെ വരുന്നുണ്ട്. പോസ്റ്റ് ഡ്രൈവ് എപ്പോഴും പോസ്റ്റ് ഡ്രൈവ് എവിടെയാണെന്ന് കൂടി പറയണം. എറണാകുളം എവിടെയും സൗത്ത് പനമ്പള്ളി നഗർ ഓപ്പോസിറ്റ് വോക്ക് വേ അവിടെയാണ് പോസ്റ്റ് ഡ്രൈവ് ഉള്ളത്. പോസ്റ്റ് ഡ്രൈവിലേക്ക് വരാൻ പറയണം. അതുകൂടാണ്ട് എന്റെ നമ്പർ 9995877078. അതുകൂടി ആർക്കെങ്കിലും ഷെയർ ചെയ്യണേ പ്ലീസ് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ നിനക്ക് ഓടിക്കാൻ നേരത്തെ എനിക്ക് ലെഫ്റ്റിലേക്ക് ഓടിക്കണോ റൈറ്റിലേക്ക് ഓടിക്കണോ? ഓക്കെ, നമുക്ക് ലെഫ്റ്റിലേക്ക് ഓടിക്കാം. അപ്പൊ പോസ്റ്റ് ഡ്രൈവിന്റെ മുമ്പിൽ കൂടി പോവാലോ. എന്തായാലും എന്റെ പൊന്നുമുത്തെ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് തന്നതാണ്. കാരണം കിടിലം പെർഫോമൻസ് ആണ്. പതുക്കെയൊക്കെ ആക്സിലേറ്റർ കൊടുക്കാവൂ, കയ്യിന്ന് പോകും, കിളി പറക്കും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല കേറിയില്ലേ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഏതാണെന്നറിയാവോ നിനക്ക്? നീ എല്ലാ വണ്ടി ഓടിച്ചിട്ടുള്ളതല്ലേ. ഇത് നോക്കിയിട്ട് എന്ത് ഭംഗിയാണ് നോക്കി സ്വിച്ച് തന്നെ കാണാൻ. ഇതാണ് സ്വിച്ച് ചെയ്യണത്. ബ്രേക്ക് അപ്ലൈ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞ വണ്ടി അറിഞ്ഞ പോലും ഇല്ല സ്റ്റാർട്ട് ചെയ്യണത്. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ. ഇതണ്ട ഗിയറിന്റെ ഇത് കണ്ടില്ലേ നീ? ഇതിങ്ങനെ ഇങ്ങടിക്ക് ബാക്കിലേക്ക് ടാപ്പ് ചെയ്യും. ഡ്രൈവ് പൊസിഷനിൽ വന്നില്ലേ, ഡി പൊസിഷൻ വന്നില്ലേ, ഒരു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞില്ലേ. ഇനി നമ്മൾ വേറെ ഒന്നുമല്ല, നിന്റെ സീറ്റിംഗ് പൊസിഷനൊക്കെ കറക്റ്റ് ആണോ? എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ ആണോ? ഇനി ഒന്നുമില്ല. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. നിനക്കറിയാം, നിനക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. ഒരു സെക്കൻഡ് മുത്തേ, ഞാനൊന്ന് ഇതൊന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടട്ടെ. ഓക്കെ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട്, അല്ലെങ്കിൽ എന്താണെന്നറിയോ ഭയങ്കര ബെല്ലടിക്കാം. പോട്ടെ ഇത് ഇങ്ങോട്ട് നോക്കുന്നു. ഇതേടാ ബ്രോ ഇനി ഇന്റീരിയർ കണ്ടോക്കെ. എങ്ങനെയുണ്ട്? ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു നോക്കി. പതുക്കെ അധികം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സംഭവം പോളി ഓഫ് ഇന്ത്യയാണെന്ന്. പോളി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പറയേണ്ട വേറൊരു കാര്യം ഉണ്ടോ മുത്തേ? വേറൊന്നുമല്ല, ഇത് ഇന്ത്യയിൽ ഇറങ്ങുന്ന SUVസിന്റെ പെർഫോമൻസ് കാറിൽ ഇതിനെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് വേറെ വെഹിക്കിൾ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ഇത് ഓടിച്ചുകൊണ്ട് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്. കാറ് സെഗ്മെന്റിലാണെങ്കിൽ ഇഷ്ടമാരുണ്ട്. SUV സെഗ്മെന്റിൽ ഇപ്പൊ വേറെ ഓഡി, BMW, ബെൻസ് എന്നൊക്കെ ബ്രാൻഡിനെ കുറിച്ച് പിന്നെ ഉണ്ടട്ടാ. മറ്റേ ബെൻസിന്റെ AMG വെർഷൻസ് ഒക്കെ സൂപ്പറാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? അതിന് ഭയങ്കര വില കൂടുതലാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണിയാണ്. വാല്യൂ ഫോർ മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.45 CR ആണ് ഇത് ഓൺ റോഡ് പ്രൈസ് കേരളത്തിൽ വരുന്നത്. ആ പ്രൈസിംഗില് ഇത്രയും പെർഫോമൻസും ഇത്രയും മറ്റേ ഫീച്ചേഴ്സും ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലെന്ന് ഞാൻ പറയും. കാരണം ബിക്കോസ് ബെൻസിനുണ്ട്, വേറെ ബ്രാൻഡിനൊക്കെ ഉണ്ട്, വേറെ ഒരുപാട് കോമ്പറ്റീറ്റർക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈസിങ് ഭയങ്കര കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോ വാല്യൂ ഫോർ മണി. ഇത് ഞങ്ങൾ വിൽക്കാനായിട്ടേക്കണ വില എത്രയെന്നറിയോ?
വെറും 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഞങ്ങള് 1,15,00,000 രൂപ, അതായത് 1.15 CR ആണ് ഞങ്ങൾ ഇതിട്ടേക്കുന്നത്. അതും നെഗോഷ്യബിൾ ആണ്. നല്ല കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് കുറച്ചുകൂടി വില കുറച്ച് കൊടുക്കുന്നു. മനസ്സിലായാ? എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മിനോട് ഡാഡിനോടൊക്കെ പറയണോണ്ട് വളരെ കുറെ മേടിച്ചു തരാനുണ്ട്. പറയോ? ഓക്കെ, അപ്പൊ നീ ഓടിക്ക്, കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്ക്. ഓക്കെ മെലനി, എങ്ങനെയുണ്ട് മെലനി? അത് സത്യസന്ധമായിട്ട് പറയണം, എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആണോ? കാറ് ഓടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വണ്ടി ഓടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാല് എന്റെ ഭാഗ്യം പോലെ തന്നെ. ഞാൻ പിന്നെ നിനക്ക് നീ ഞങ്ങളുടെ മോഡൽ ആയതുകൊണ്ട് ഞാൻ ഓടിക്കാൻ തന്നത്, അല്ലെങ്കിൽ ഒരാൾക്കും കൊടുക്കൂല. അപ്പൊ അതേ പോസ്റ്റ് ഡ്രൈവ് വന്ന് എത്തി. ഇനി മതി, കുട്ടി ഓടിച്ചത് മതി. ഇങ്ങോട്ട് ഞങ്ങളുടെ സൈഡിലേക്ക് ചേർത്തിട്ടെ. ഇതേ അവിടെയൊക്കെ നോക്കണേ. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർക്ക് ചെയ്യുമ്പോഴേക്കേ കുറച്ച് വലിയ വണ്ടിയാണ്, അതുകൊണ്ട് നോക്കണം. അപ്പൊ പോസ്റ്റ് ഡ്രൈവ് വന്നു. പക്ഷെ നീ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഇതിന്റെ ക്യാമറ ഒന്ന് കാണിച്ച്. ക്യാമറയിൽ കണ്ട നോക്കിയേ, 360 ഡിഗ്രി ക്യാമറയാണ്. നിനക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. നോക്കട്ടാ, 360 ക്യാമറ നമ്മുടെ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാ. അപ്പൊ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ആ സൈഡ് ഒന്നിങ്ങനെ ചേർത്ത് വെച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ക്യാമറയിലേക്ക് നോക്കി പറയൂ, വേറൊന്നുമല്ല. അപ്പൊ നിങ്ങളെ പോലത്തെ മോഡൽസിന്റെയും അതായത് മോഡലിന്റെ ഒരു അഭിപ്രായം ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പോവുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് പറയണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രീമിയം ലക്ഷറി കാർ ഒരു അഫോർഡബിൾ റേറ്റിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഡ്രൈവ് തന്നെയായിരിക്കും. അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട, സൗത്ത് പനമ്പള്ളി ഓപ്പോസിറ്റ് വാക്ക്വേ. പോസ്റ്റ് ഡ്രൈവ് ഹിയർ ടു ദി നെക്സ്റ്റ് ലെവൽ.